ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ ഒന്നിപ്പിച്ചത് ഈശ്വരനാ. എന്തെങ്കിലും ഈശ്വര പദ്ധതി ഇല്ലാതെ ആരും ആരെയും കണ്ടുമുട്ടാറില്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ആ, ഇത്രയും മേലായില്ലേ, ഈശ്വര നിശ്ചയം തന്നെ നടക്കട്ടെ. മഹി, ഏറിയിരിക്കടാ. ആ, ചിന്നു. താൻ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ട് കിടക്കാതെ ഒന്നൊന്ന് സഹായിച്ചേ. അയ്യോ, എന്റെ മോതിരം. മോതിരം? ഏത് മോതിരം? പിച്ചും പേയും പറയാതൊന്ന് എഴുന്നേറ്റ് വന്നേ. ഓരോന്നും കൊണ്ട് കടന്നോളും. അയ്യോ, അപ്പൊ സ്വപ്നായിരുന്നോ? അടക്കേടായല്ലോ. ഒന്നിങ്ങ് വരുന്നുണ്ടോ? ആ, വരുന്നു. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീർ സോന. നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കൂടി പൊട്ടികളാക്കാതെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചൊന്ന് പറഞ്ഞു തൊലയ്ക്ക്. നിങ്ങളെ മണത്ത് നോക്കാനല്ല അവിടെ ആളുകൾ വരുന്നത്, അർജുന്റെ വിവാഹ നിശ്ചയത്തിനാ. മണക്കട്ടെടി, നല്ലപോലെ മണക്കട്ടെ. കുറച്ച് നീ മോളും കൂടി അടിച്ചോ. അതെ, അവിടെ വരുന്നവർക്കൊക്കെ മീനിന്റെ മണമായിരിക്കും. മീനിന്റെ മണവും? സത്യം പറ, ഇതെല്ലാം കൂടെ ആലോചിച്ച് നിങ്ങൾക്ക് പിരി ഇളകിയോ? ഓ, എനിക്ക് ഇളകിയിട്ടില്ല. ഇന്ന് അവിടെ പലരുടെയും പിരി ഇളകും. ഈ ഭദ്രനെ പിരി ഇളക്കും. അതെ, നിങ്ങളും കൂടി കാണാനാ എന്റെ ഒപ്പം വരാൻ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് എന്നെ ഒരു വിലയില്ലല്ലോ. ഇന്ന് ഞാനത് മാറ്റിത്തരും. അച്ഛാ, അച്ഛൻ എന്റെ ജീവിതം വെച്ചാ കോമഡി കളിക്കുന്നത്. ഈ അവസാന നിമിഷത്തിലും ഞാൻ അച്ഛനെ വിശ്വസിക്കുവാ. ഇതും കൂടി തകർന്ന ബാക്കി ഞാൻ പറയുന്നില്ല. നീ ഒന്നും പറയണ്ട. എന്റെ കൂടെ അവിടം വരെ ഒന്ന് വന്നാൽ മാത്രം മതി. എന്നിട്ട് അച്ഛന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് എങ്ങനെയുണ്ടോന്ന് പറയണം. ഇനി ഇവിടെ കഥയും പറയുന്ന താമസിക്കും. വാ, കമോൺ. വാ.
എല്ലാരും എത്തിയോ? ആ വന്നോണ്ടിരിക്കുന്നു. ചന്ദ്രാമയ്ക്ക് ഒരേ നിർബന്ധം അമ്പലത്തിൽ പോണെന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി അങ്ങ് പോയി. എന്നിട്ട് താനകത്ത് കയറിയില്ലല്ലോ. അതിപ്പോ താൻ അകത്ത് കയറിയതും ഞാൻ പുറത്തു നിന്നതൊക്കെ ഒരുപോലെ തന്നെയാ. അതെ, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മനസ്സ് നന്നായാ മതി. പിന്നെ സംസാരിച്ചെന്ന് സമയം കളയതവാ, എല്ലാരും റെഡിയായി നോക്കാം. ഡ്രൈവർ പയ്യൻ വലിയ സീരിയസ് ആണല്ലോ. ചന്ദ്രലേഖയ്ക്ക് ഐശ്വര്യയെ കുറിച്ചുള്ള സംശയം ഇതുവരെ മാറിയില്ലല്ലേ? എനിക്കും ചില പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു. എവിടെയുള്ള രണ്ടുപേരായിരുന്നു അർജുനും ഐശ്വര്യ. അവരെ ഒന്നിപ്പിച്ചത് ഈശ്വരനാ. എന്തെങ്കിലും ഈശ്വര പദ്ധതിയില്ലാതെ ആരും ആരെയും കണ്ടുമുട്ടാറില്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ആ ഇത്രയും മേലായില്ലേ, ഈശ്വര നിശ്ചയം തന്നെ നടക്കട്ടെ. അമ്മ കണ്ണു തുടക്കേ. ആരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നും. അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ അമ്മ ഔട്ട് ഹൗസിലേക്ക് പോക്കോ. വെറുതെ എന്തിനാ ഇതൊക്കെ കണ്ടും കേട്ടും വിഷമിക്കുന്നേ? അല്ല, നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി സീതേ? അമ്മ വെറുതെ എന്തൊക്കെയോ ഓർത്ത്. എനിക്ക് മനസ്സിലായി. സീതയുടെ മോള് തുമ്പിമോളെ പറ്റിയല്ലേ?